ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിലും ഭരണഘടനാ ചരിത്രത്തിലും നിർണായകവും അതീവ തർക്ക വിഷയവുമായി മാറുന്ന ഒരു പുതിയ ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്ററിയിൽ വരാനിരിക്കുന്ന മഴക്കാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലാവുകയും തുടർന്ന് 30 ദിവസത്തിലധികം തുടർച്ചയായി തടവിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്ന ജനപ്രതിനിധികൾക്ക് തങ്ങളുടെ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്ന തരത്തിലുള്ള കർശനമായ വ്യവസ്ഥകളാണ് ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 13ാം ഭേദഗതി എന്ന നിലയിൽ 2025 ഓഗസ്റ്റിലാണ് ഈ ബിൽ ആദ്യമായി ലോകസഭയിൽ സമർപ്പിക്കപ്പെട്ടത്. 5 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ ഉൾപ്പെടുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ഈ നിയമനിർമ്മാണം നടത്തുന്നത്. പുതിയ വ്യവസ്ഥ പ്രകാരം ഇത്തരമൊരു കേസിൽ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിലോ ജയിലിലോ കഴിയുന്ന ഒരു മന്ത്രി 31ാം ദിവസം മുതൽ സ്വാഭാവികമായും പദവിയിൽ നിന്ന് അയോഗ്യനാക്കപ്പെടും. നിയമനിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് ബിൽ കൂടുതൽ സൂക്ഷ്മമായ പരിശോധനകൾക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു നൽകിയിരിക്കുകയായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി അംഗമായ അപരാജിത സാരാംഗി അധ്യക്ഷയായ 30 അംഗ സമിതിയാണ് നിലവിൽ ഈ ബിൽ പരിശോധിക്കുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഈ മാസം 17ാം തീയതി ചേരുന്ന JPC യോഗത്തിൽ ബില്ലിലെ വിവാദ വ്യവസ്ഥകളിൽ സമിതി അന്തിമ അംഗീകാരം നൽകിയേക്കാം. ഭരണകക്ഷികൾക്ക് ഭൂരിപക്ഷമുള്ള സമിതി ആയതിനാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിയോജിപ്പുകൾ നിലനിൽക്കാതെ തന്നെ പ്രധാന വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയാകും റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജന കുറിപ്പോടെ ബിൽ ലോകസഭയിലെ മേശപ്പുറത്ത് വെക്കാനാണ് നീക്കം നടക്കുന്നത്. ബില്ലിലെ വ്യവസ്ഥകൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാമെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന ആക്ഷേപം. കള്ളക്കേസുകളിൽ കുടുക്കി പ്രതിപക്ഷത്തുള്ള പ്രമുഖ നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും 30 ദിവസത്തേക്ക് ജയിലിൽ അടച്ചാൽ അവരുടെ ഭരണം അട്ടിമറിക്കാൻ കേന്ദ്ര ഭരണകൂടത്തിന് എളുപ്പം സാധിക്കുമെന്ന് അവർ വാദിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന JPC യോഗത്തിൽ മജ്ലിസ് പാർട്ടി നേതാവും MP-യുമായ അസദുദ്ദീൻ ഒവൈസി ഈ ആശങ്ക പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. നിലവിൽ വിവിധ കേസുകളിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതിപക്ഷ നിരയിലെ പ്രമുഖ മന്ത്രിമാരായ കർണാടകയിലെ DK ശിവകുമാർ, തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി, ജാർഖണ്ഡിലെ ഹേമന്ത് സൊറാൻ തുടങ്ങിയവരെ ലക്ഷ്യമിട്ട് ഭാവിയിൽ ഈ നിയമം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഭരണകൂടത്തിന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത സംസ്ഥാന സർക്കാരുകളെ താഴെ ഇറക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇത്തരം അറസ്റ്റുകൾ ആസൂത്രണം ചെയ്യാൻ ഈ നിയമം വഴി തുറക്കുമെന്നാണ് പ്രതിപക്ഷ മുന്നണിയുടെ പൊതുവായ വിലയിരുത്തൽ. എന്നാൽ ഈ ആരോപണങ്ങളെ ഭരണപക്ഷാംഗങ്ങൾ ശക്തമായി നിഷേധിക്കുന്നു. ജനാധിപത്യ പ്രക്രിയ പൂർണ്ണമായും സുതാര്യമാക്കുന്നതിനും കുറ്റവാളികളായ വ്യക്തികളിൽ ഭരണപ്രാതിനിധ്യം വഹിക്കുന്നത് തടയുന്നതിനും ഇത്തരമൊരു നിയമം അനിവാര്യമാണെന്നാണ് സർക്കാരിനെ അനുകൂലിക്കുന്നവരുടെ വാദം. രാഷ്ട്രീയ പ്രതികാര ബുദ്ധിയോടെയോ അനാവശ്യമായോ ഈ നിയമം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും മാർഗനിർദ്ദേശങ്ങളും JPC തയ്യാറാക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്ന സൂചനകളാണ് ഭരണപക്ഷ വൃത്തങ്ങൾ നൽകുന്നത്. കോടതിയുടെ മേൽനോട്ടവും കൃത്യമായ അന്വേഷണ മാനദണ്ഡങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ പദവിയിൽ നിന്നുള്ള നീക്കം സാധ്യമാക്കൂ എന്ന രീതിയിലുള്ള ഭേദഗതികൾ ഇതിൽ ഉൾപ്പെടുത്തും. അഴിമതിക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്ന് വരുത്തി തീർക്കാൻ സർക്കാരിന് ഈ ബില്ലിലൂടെ സാധ്യമാകുമെങ്കിലും ഫെഡറൽ സംവിധാനത്തിനു മേലുള്ള കടന്നുകയറ്റമായി ഇത് മാറുമോ എന്ന ആശങ്ക നിയമവിദഗ്ധരും പങ്കുവെക്കുന്നുണ്ട്. വരാനിരിക്കുന്ന മഴക്കാല സമ്മേളനത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള കടുത്ത വാക്പോരിനും രാഷ്ട്രീയ ധ്രുവീകരണത്തിനും ഈ 13ാം ഭരണഘടനാ ഭേദഗതി ബിൽ കാരണമാകുമെന്ന് ഉറപ്പാണ്. ബില്ലിന്റെ സുഗമമായ പാസാക്കൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് തന്നെ വഹിക്കും.